എന്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടിയൊക്കെ നിന്ന് പോകും. നിന്റെ കാര്യമായ പണിയാണ്, വീട്ടിന്റെ പണി മാറ്റി നീ ആകും. ഒന്നുമില്ല, ഇവളുടെ ഹസ്ബൻഡിന്റെ കൂടെ പടം വർക്ക് ചെയ്തിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർ മാജിക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാം ചെയ്തു. അല്ലെ അങ്ങനെ സുധി എന്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത്. അപ്പൊ നമ്മുടെ രേണു സുധി പുള്ളിക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് ചെയ്താലും പുള്ളിക്കാരി പേരിലായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഒരു പരിധിവരെ പുള്ളിക്കാരിയും അതിനൊരു കാരണക്കാരിയാണ്, അത് വേറെ കാര്യം. പക്ഷെ പലപ്പോഴായി പലരും സുധിയെ വല്ലാണ്ട് ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ ഒരു തോന്നൽ ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇപ്പൊ ഞാൻ രേണു സുധിയെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഫോട്ടോഷൂട്ടൊക്കെ കടന്ന് ഇപ്പൊ രേണു സുധി സിനിമയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രേണു സുധിയും ദാസേട്ടനും കൂടെ ഒരുമിച്ച് ചേഞ്ച് എന്ന സിനിമയിലാണ് ഇപ്പൊ അഭിനയിക്കാൻ പോകുന്നത്. അതിന്റെ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ആ ലോഞ്ചിങ്ങിന് രേണു സുധി പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ വേളയിൽ മീഡിയക്കാരെന്താക്കി രേണു സുധിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചില ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കാൻ തുടങ്ങി. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. അത് ഞാൻ എന്നും പറയുന്ന പോലെ ഇപ്പൊ നേരത്തെ ഒരിടയ്ക്ക് പ്രതികരിക്കുമായിരുന്നു, ഇപ്പൊ ഒന്നും പ്രതികരിക്കുന്നില്ല. ഞാൻ നെഗറ്റീവ്സിനോട് ഒന്നും പ്രതികരിക്കുന്നില്ല. ഓക്കെ, ആ ചോദിച്ച ചോദ്യം മനസ്സിലായല്ലോ. അതായത് സ്വപ്ന സുരേഷിന്റെ പോസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നാണ് മീഡിയക്കാരൻ ചോദിച്ചത്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേണു സുധി താൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, വിഷു ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പൊ ആ ഫോട്ടോയെ കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വർണ്ണക്കടത്തുകാരി സ്വപ്ന സുരേഷ് ഉണ്ടല്ലോ, ആ പുള്ളിക്കാരി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം. എന്താണ് ആ പോസ്റ്റിൽ പറയുന്നത്? ഇതാണോ 2025 വിഷു? ദയവ് ചെയ്ത് ഞങ്ങളുടെ കൾച്ചറെ റെസ്പെക്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആൺകുട്ടികൾ അങ്ങനെ പറയുന്നു. എന്റെ പൊക്കിൾ കൂടി കാണിച്ചാൽ എന്റെ അമ്മ എന്നെ കൊല്ലുമെന്ന്. കഷ്ടം. വിധവയായ വിവാഹമോചിതയായ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല. നിങ്ങളുടെ മണ്ടത്തരങ്ങൾ വിൽക്കരുത്. ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായ ചില സൃഷ്ടികൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല. ഇതാണ് ഫേസ്ബുക്കിലൂടെ സ്വപ്ന സുരേഷ് പറഞ്ഞു വെച്ചത്. പോസ്റ്റ് ഇടാൻ പറ്റിയ ആളല്ലേ. ഡിപ്ലോമാറ്റിക് ചാനൽ വഴി സ്വർണ്ണക്കടത്തലും രാജ്യവിരുദ്ധ പ്രവർത്തനമൊക്കെ ചെയ്ത ആളാണ് കൾച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നത്. കൾച്ചറിനെ കുറിച്ച് പറയാൻ പറ്റിയ ആള് തന്നെ. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, കമന്റ് ബോക്സിൽ പലരും പറഞ്ഞു വെച്ച കാര്യമാണ്. എന്തായാലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് സ്വപ്ന സുരേഷ് ആയതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ സ്വപ്ന സുരേഷിന് നല്ല ഊക്കൽ കിട്ടുന്നുണ്ട്. പിന്നെ പറഞ്ഞത് രേണു സുധിനെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ പലരും സ്വപ്ന സുരേഷിനെ സപ്പോർട്ട് ചെയ്തും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് രേണു സുധിനോട് മാധ്യമക്കാർ ചോദിച്ചത്. എന്തായാലും സ്വപ്ന സുരേഷിന്റെ ഈ പോസ്റ്റിനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി രേണു സുധി നൽകുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടി നോക്കാം. ഫോട്ടോഷൂട്ട് എനിക്ക് എന്റെ കംഫോർട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എന്റെ കംഫോർട്ട് ഞാൻ ചെയ്യും. കംഫോർട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇടും. അത് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യും. അതെന്റെ ഇഷ്ടം. എന്തിടണം, എന്ത് ഇടാതിരിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. ഓക്കെ, അതാണ്. അപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ കംഫർട്ടിനനുസരിച്ചേ പോകൂ. ഇതുവരെ ഞാൻ എങ്ങനെയാണോ മുന്നോട്ട് പോയത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക എന്നാണ് ഇവിടെ രേണു പറയാതെ പറഞ്ഞു വെക്കുന്നത് അല്ലേ. ഓക്കെ, നല്ല കാര്യം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഡിസിഷൻ രേണു സുധി ശക്തമായി എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം മാത്രമേ എനിക്ക് രേണു സുധിനോട് പറയാനുള്ളൂ. നമ്മളിങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ചതിക്കുഴികൾ നമ്മളെ കാത്തിരിക്കും. അതിലൊന്നും സ്വമേധയാ വീഴാതെ സൂക്ഷിക്കേണ്ടത് നമ്മളെയും കൂടി കടമയാണ്. പ്രത്യേകിച്ച് രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം രേണു സുധി ഒറ്റയ്ക്ക് നേരിടണം. രേണു സുധിയെ ഗൈഡ് ചെയ്യാൻ പോലും ഒരാളില്ല. അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാര്യത്തിനെ കുറിച്ച് ഒരു സ്വമേധയാ ബോധം വേണം. പലപ്പോഴും രേണു സുധിയിൽ അത് നഷ്ടപ്പെടുന്നതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പലരും രേണു സുധിയെ വെച്ച് മുതലെടുക്കുമ്പോൾ രേണു സുധി അതിന് നിന്ന് കൊടുക്കുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ രേണു സുധിക്ക് പോലും വിനയായി മാറുന്നത്. രേണു സുധി എടുക്കുന്ന പല തീരുമാനങ്ങളും ബോൾഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ്. നമ്മൾ പലപ്പോഴും അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുമുണ്ട് അല്ലേ. പക്ഷേ രേണു സുധിയുടെ ആ ബോൾഡ്നെസ്സിനെ പലരും മുതലെടുക്കുന്നുണ്ട് എന്ന വസ്തുതയും കൂടി രേണു സുധി അംഗീകരിക്കണം. അത്ര എനിക്ക് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ രേണു സുധിനോട് പറയാനുള്ളൂ. എന്തായാലും രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം രേണു സുധിയുടെ മരിച്ച ഭർത്താവായിട്ടുള്ള സുധിച്ചേട്ടന്റെ മകൻ കിച്ചു ഇപ്പൊ രേണു സുധിന്റെ കൂടെയാണ് താമസിക്കുന്നത് അല്ലേ. കിച്ചു എന്ന് പറയുന്നത് സുധിച്ചേട്ടന്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകനാണ്. രേണു എന്ന് പറയുന്നത് സുധിച്ചേട്ടന്റെ രണ്ടാമത്തെ ഭാര്യയാണ്. പക്ഷേ സുധിച്ചേട്ടന്റെ മരണശേഷം രേണു തന്നെയാണ് കിച്ചുവിനെ നന്നായി നോക്കുന്നത്. രണ്ടാം അമ്മ എന്നതിനപ്പുറം ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് അവരെല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അല്ലേ. എന്നിരുന്നാലും കിച്ചുവിനെ കുറിച്ച് രേണു 2 വാക്ക് സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി കണ്ടുനോക്കാം. കിച്ചു ഇപ്പം വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ ഇതുപോലെ ഒരു സിനിമയുടെ പൂജയിലാണ്. പിന്നെ അവൻ ഈ നെഗറ്റീവ് കമന്റ്സോ അല്ലെങ്കിൽ റീൽസോ ഒന്നും അവൻ കാണാറില്ല. അവൻ എപ്പോഴും സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ലാണ്. സോഷ്യൽ മീഡിയ വഴിയല്ലോ നമ്മൾ ബന്ധം. അമ്മയും മോനും തമ്മിലുള്ള ബന്ധം സോഷ്യൽ മീഡിയയിൽ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് എൻ്റെ മോനാണ് കിച്ചു എന്താ പറയുക, ആദ്യമായിട്ട് എന്നെ അമ്മയെന്ന് വിളിച്ചത്. അപ്പം ഋതുവിനേക്കാളും ഒരുപടി കൂടുതൽ അവനോട് സ്നേഹം അവനും അറിയാം, എനിക്കും അറിയാം. പിന്നെ ഞാൻ ഓക്കെ, നല്ല കാര്യം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് കിച്ചു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അത്രയും നല്ല പേരാണല്ലോ അമ്മക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇനി നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് വരാം. ഇപ്പൊ രേണു സുധി അഭിനയിക്കാൻ പോകുന്ന ഒരു പടത്തിന് ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്. ആ പടത്തിന്റെ ലോഞ്ചിങ്ങിന് പങ്കെടുക്കാവുന്ന രേണു സുധി സംസാരിക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടത്. എന്നിരുന്നാലും ഈ പടത്തിന്റെ ലോഞ്ചിങ് വേളയിൽ രേണു സുധിയോടൊപ്പം തന്നെ ദാസേട്ടൻ കോഴിക്കോടും പിന്നെ ഒരു പുതിയൊരു അവതാരം കൂടി ഉണ്ടായിരുന്നു. ആരാണെന്ന് അറിയോ? മറ്റാരുമല്ല, ഒരു കാലത്ത് കേരളക്കാരെ പിടിച്ചു കുലുക്കിയ നമ്മുടെ രജിത്ത് അണ്ണൻ. ഈ പടത്തിന്റെ
ലോഞ്ചിങ് വേളയിൽ രജിത്ത് അണ്ണൻ നല്ലൊരു ഉപദേശം രേണു ചേച്ചിക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. വയറ് നിറയട്ടെ, ഇത് സൂക്ഷിച്ചോ. നിങ്ങൾ നല്ല ചുരുക്കുണ്ട്. പണിയാവും. നെഗറ്റീവ് കമന്റ്സ് പോസിറ്റീവ് നോക്കണ്ടോ? പോസിറ്റീവ് നെഗറ്റീവില്ലാണ്ട് പണിയൊന്നും നടക്കും. കഷ്ടപ്പെടുന്നത് അതെ, പോസിറ്റീവ് മാത്രമായി കഴിഞ്ഞാൽ ഒരു പണിയും നടക്കൂല. ഇടയ്ക്ക് നെഗറ്റീവ് ഒക്കെ വരണമെന്നേ. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. ആ ചോപ്പ് പനിയിട്ട മനുഷ്യൻ പറഞ്ഞതാണ്. പുള്ളിക്കാരൻ എന്തോ ആ സിനിമയിലെ അണിയറ പ്രവർത്തകനാണെന്ന് തോന്നുന്നു. എന്തായാലും രജിത്ത് അണ്ണൻ നീ സൂക്ഷിച്ചോ എന്ന് രേണു സുധിയെ ഉപദേശിക്കുന്നത് കേട്ടിട്ടാണ് ഈ ചോപ്പ് പനിയിട്ട മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞത് അല്ലേ. എന്തായാലും രേണു ചേച്ചിക്ക് രജിത്ത് അണ്ണൻ നല്ലൊരു സൂചന തന്നെയാണ് നൽകിയത് അല്ലേ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രേണു ചേച്ചിയുടെ അതപ്പം തന്നെ നമ്മൾ കാണേണ്ടി വരും. ഇപ്പൊ രേണു ചേച്ചി എന്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും നല്ല ഊക്കാണ് അല്ലേ. രേണു ചേച്ചി പണ്ട് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പൊ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് രേണു ചേച്ചി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ എന്ത് ചെയ്താലും അത് സുധിച്ചേട്ടിന് വേണ്ടിയാണ് എന്ന്. അത് വെച്ചിട്ടാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഊക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ രേണു ചേച്ചിന്റെ ഫോട്ടോഷൂട്ടിന് താഴെ വരുന്ന കമന്റ്സ് എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഇതും സുധിച്ചേട്ടിന് വേണ്ടിയാണ് എന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ എടുക്ക് കിട്ടുന്നത് നല്ലതാണ്. ഒരു തിരിച്ചറിവ് ഉണ്ടാവല്ലോ. എന്തായാലും നമ്മുടെ രജിത്തണ്ണൻ ഇതുകൊണ്ടൊന്നും അടങ്ങിയിരുന്നില്ല കേട്ടോ. രജിത്തണ്ണൻ വീണ്ടും ഉപദേശിക്കുക തന്നെയാണ്. രജിത്തണ്ണൻ നിങ്ങൾ ഉപദേശിച്ചാട്ടെ, നമുക്കൊന്ന് കണ്ടു. എന്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടിയൊക്കെ നിന്ന് പോകും. നിന്റെ കാര്യമായ പണിയാണ്, വീട്ടിന്റെ പണിയും മാറ്റി നീ ആകും. ഒന്നുമില്ല. അതെ, പുള്ളിക്കാരൻ തുള്ളിച്ചാടി പല ആളെ പറഞ്ഞുകൊണ്ട് പോകും. ഈ മോട്ടിവേഷൻ തരുന്നവന്മാരൊന്നും ഒരു പ്രശ്നം വന്നാൽ കൂടെ കാണത്തില്ല എന്നാണ് ആശാൻ ഉദ്ദേശിച്ചതില്ലേ. കൊള്ളാം, നല്ല ഉപദേശം. ബാക്കി പറഞ്ഞാട്ടെ. ഹസ്ബൻഡിന്റെ കൂടെ പടം വർക്ക് ചെയ്തിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർ മാജിക് ചെയ്തിട്ടുള്ള, അതുകൊണ്ട് എന്റെ അടുത്ത സുഹൃത്താണ്. പ്രോഗ്രാം അല്ലെ അങ്ങനെ സുധി എന്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത്. നമ്മുടെ കൊച്ചിന്റെ വയറ്റത്തടിക്കുക. അതെ, ഒരു വിരോധവും ഇല്ല. നമ്മുടെ കൊച്ചിനെ വയറ്റത്തടിക്കാതിരുന്നാൽ മതി. എന്തായാലും രജിത്തേട്ടൻ പറയാനുള്ളത് അങ്ങ് മുഖത്തോക്കി പറഞ്ഞു അല്ലേ. അല്ലെങ്കിൽ പുള്ളിക്കാരൻ അതിന് ബെസ്റ്റ് ആണല്ലോ. പറയാനുള്ളത് മൂപ്പരങ്ങ് മുഖത്തോക്കി പറയും. എന്തായാലും ഇത്രയും ആൾക്കാരൊക്കെ നിൽക്കുന്ന സമയത്ത് രേണു ചേച്ചിയോട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ രജിത്തേട്ടൻ ഇതൊക്കെ പറയുമ്പോൾ രേണു ചേച്ചിന്റെ മുഖമാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഈ കളവൻ തുടങ്ങി എന്നുള്ള ലെവലിലായിരുന്നു രേണു ചേച്ചിന്റെ ഒരു എക്സ്പ്രഷൻ അല്ലേ. എന്ത് പറയാനാണ് ഓരോരോ അവസ്ഥകളെ. എന്തായാലും രജിത്തണ്ണൻ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വെച്ചൊന്നും ഉപദേശിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒന്ന് മാറ്റി നിർത്തി സൈഡാക്കി ഉപദേശിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ ഉപദേശിന്റെ കൂടെ തന്നെ രേണു ചേച്ചിനെ ഇൻസൾട്ട് ചെയ്ത മാതിരിയായി പോയി. ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല കേട്ടോ. അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രജിത്തണ്ണനല്ല ആള്. ഇതൊക്കെ കഴിഞ്ഞ് ഇവര് ഫിലിം ലോഞ്ചിങ്ങിന്റെ ഹാളിൽ പോയിരുന്നു. ആ ഹാളിൽ രജിത്തേട്ടനും ദാസേട്ടനും പിന്നെ രേണു ചേച്ചിയും ഒരുമിച്ചായിരുന്നു ഇരുന്നത്. അങ്ങനെ ഇരുന്ന സമയത്ത് മീഡിയക്കാരെന്താക്കിയെന്ന് അറിയോ, ഫുള്ളും ദാസേട്ടനും സുധി ചേച്ചിയും ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. രജിത്തേട്ടനാണെങ്കിൽ ഇത് കണ്ടങ്ങ് പൊളിയാൻ തുടങ്ങി. ഇവരെന്താണ് ഈ കാണിക്കണം എന്നുള്ള രീതിയിലായി രജിത്തേട്ടന്. പിന്നെ രജിത്തേട്ടന്റെ സ്വഭാവം അറിയാലോ, എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങ് തുറന്നു ചോദിക്കും. അങ്ങനെ രജിത്തേട്ടൻ എന്താക്കി, മീഡിയക്കാരുടെ അങ്ങോട്ട് ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. നമുക്ക് എന്തായാലും ആ ചോദ്യം ഒന്ന് കണ്ടോക്കാം. അല്ല, ഈ വെറുതെ ഇരിക്കുന്ന ഇവരിലേക്ക് തന്നെ നിങ്ങൾ ഇങ്ങനെ ക്യാമറ കുറെ നേരം കൊണ്ടേ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഉദ്ദേശം? ഒരു വൈറലാണ്. ആരുടെ വൈറൽ? ആ വൈറലല്ല ഉദ്ദേശിച്ചത്, ഇത് മറ്റേ വൈറൽ. ഏത് സോഷ്യൽ മീഡിയയിലെ വൈറൽ. രജിത്തേട്ടന് ചിന്ത പോയപ്പോ ഓക്കെ, കൊച്ചു കള്ളൻ. ബാക്കി കണ്ടോക്കാം. എന്ത് സംഭവം? അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ സോഷ്യൽ മീഡിയ ഞാൻ കണ്ടില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ പാട്ടുകാരനല്ല, പാട്ടിൽ അഭിനയിച്ചിട്ടാണ് ഇവര് വൈറലായത്. പിന്നെ ഇന്നത്തെ കാലത്ത് വൈറലാവാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ വന്ന് നീട്ടി വളിട്ടവരെ ഇന്ന് വൈറലാണ്. പിന്നെ ഓൺലൈൻ മീഡിയക്കാർ പിടിച്ചുകൊണ്ടോ ഇന്റർവ്യൂസ് ആയി മറ്റു കലാപരിപാടികളായി. അതിനെ കുറിച്ചൊന്നും പറയാത്ത നല്ലത്. എന്തായാലും നല്ല രീതിയിൽ മീഡിയക്കാരെയും ദാസേട്ടനും സുധിച്ചേച്ചിയും ഒക്കെ രജിത്തണ്ണൻ ഊക്കുന്നുണ്ടല്ലേ. സുധിച്ചേച്ചി ആണെങ്കിൽ ഈ കളവന്റെ അടുത്ത് ഇരുന്ന് കുടുങ്ങല്ലോ എന്നുള്ള ലെവലാണ് അവിടെ ഇരിക്കുന്നത്. എന്തോ ബാക്കി ഉണ്ടോക്കാം. ഇങ്ങനെയൊക്കെ വയറുന്ന സാധനം എന്നെ ഒന്ന് അറിയിക്കണ്ടേ? നീ ഉണ്ടോ ഈ വയറിൽ? എല്ലാരും ഇദ്ദേഹത്തിന്റെ വയറിലാണ് ഉള്ളതെന്നാണ് എനിക്ക് പറ്റുന്നത്. സോഷ്യൽ മീഡിയ കത്താൻ ഇത് മതി. സോഷ്യൽ മീഡിയ കത്താൻ ഇത് മതിയെന്ന് കത്തട്ടെ. അല്ല, ഇനി കത്തിയില്ലെങ്കിൽ കത്തിക്കാൻ നിങ്ങളെ പോലെ ഓരോരുത്തന്മാരുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ കത്താൻ ഇത് മതിയെന്നൊക്കെ. നിങ്ങൾ ഓൺലൈൻ മീഡിയക്കാരുടെ കത്തിക്കലൊക്കെ കുറെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നിങ്ങളെ പേടിച്ച് പല നടിമാരും ഫംഗ്ഷനിലൊക്കെ തലയിൽ മുണ്ടിട്ടിട്ടാണ് പോകുന്നതെന്നാണ് കേട്ടത്. നടിമാരെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ മറ്റേ ചക്കന്റെ ചുറ്റും ഈച്ച പൊതിയുന്ന പോലാണല്ലോ നിങ്ങൾ പൊതിയണത്. എന്നിട്ട് അവരുടെ മാറിടം കാണുന്ന രീതിയിൽ മുകളിലത്തെ ആംഗിൾ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുക. എന്നിട്ട് അതെടുത്ത് അവർക്ക് സൈബർ ബുള്ളിങ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ എന്താക്കും, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് കാരണം ഇപ്പൊ പല നടിമാരും പല ഫംഗ്ഷനിലും പിൻവാതിലൂടെയൊക്കെയാണ് ഒളിച്ചും പാത്തും വരുന്നതെന്നാണ് കേട്ടത്. അപ്പൊ കത്തിക്കണ
കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളെപ്പോലെ ആക്ട്രസിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്ത് സോഷ്യൽ മീഡിയ കത്തിക്കാൻ കഴിവുള്ള വേറെ ഒരുത്തവന്മാർ ഈ ലോകത്തില്ല. അല്ല, സന്ദർഭോചിതമായിട്ട് പറഞ്ഞെന്നുള്ളത് കേട്ടോ. ഇനി രേണുസുധിയുടെ ഫോട്ടോഷൂട്ടിനെ കുറിച്ച് നമ്മുടെ രജിത്ത് അണ്ണൻ 2 വാക്ക് സംസാരിക്കുന്നുണ്ട്. രേണുസുധിയുമായി ഫോട്ടോഷൂട്ടിന് താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിനാണ് നമ്മുടെ രജിത്ത് അണ്ണൻ ഉത്തരം പറയാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ആ മറുപടി ഒന്ന് കേട്ട് നോക്കാം. രേണുവായിട്ട് ഫോട്ടോ ഇപ്പം ഞാനും ഒരു ഡയറക്ഷനൊക്കെ പഠിക്കുന്നുണ്ട്. 2-3 പടത്തിൻ്റെ AD ആയിരുന്നു, രാജ്ബാബു ചേട്ടൻ്റെ ഒരു AD ആണ്. അപ്പോൾ രേണുവായിട്ട് വെറും ഫോട്ടോഷൂട്ട്, സാധാ ഓർഡിനറി ഫോട്ടോഷൂട്ടിന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം തീം ബേസ്ഡ് ആയിരുന്നു. തീം ബേസ്ഡ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റേ മണിച്ചേട്ടനൊക്കെ ഏതൊരു സിനിമയിൽ ചെയ്തില്ലേ, ഈ വേടൻ്റെ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ തൂവലുകളൊക്കെ വെച്ച് ഇങ്ങനെ തൂവല് വെച്ച് അമ്പും മില്ലൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ബാംബു ബോയ്സ്, ആ ബാംബു ബോയ്സിൽ ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ വേഷം കിട്ടിയിരിക്കുകയാണെങ്കിൽ രേണു അതുപോലെ വേഷം കിട്ടി നിന്നിട്ട് എൻ്റെ തോളിലോ കടലിലോ ഒക്കെ വലിഞ്ഞു കയറിയിരിക്കുന്ന ഒരു ടൈപ്പിലുള്ള ഒരു തീം ബേസ് മനസ്സിലായില്ല. അങ്ങനെയാണ് ഞാനൊരു തേനീച്ചക്കുട്ടിന്ന് ഒരു തേനീച്ചക്കുട്ടിൻ്റെ ഒരു അതെടുത്ത് അടർത്തിയെടുത്തിട്ട് ഒരു ആദിവാസി സെറ്റപ്പ് വെറും ഫോട്ടോഷൂട്ട് ഉണ്ട്. വയസ്സാം കാലത്ത് കളവിന്റെ ഓരോരോ ആഗ്രഹങ്ങൾ നോക്കി നിങ്ങൾ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞതാണോ അതോ രേണുസുധിനെ ടൂക്കിയതാണോ? എന്തായാലും കൊള്ളാം. കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എനിക്കിപ്പോ ഇവിടെ ഒന്നേ പറയാനുള്ളൂ, രേണുസുധി ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇനിയും ഇതേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രേണുസുധിയുടെ ഉള്ള വിലയും കൂടിയും പോകത്തേ ഉള്ളൂ. അധികം ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം.